ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് സീരീസിൽ നമ്മൾ ആറാമത്തെ ക്ലാസ് ആണെന്ന്. ആറാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമിയുമായിരുന്നു നമ്മൾ ഇന്നലെ പഠിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ക്ലാസ്സുകളും തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് ആണ്. ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് വായിച്ചു പോകും ഞാൻ. ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്ത് തന്നെ വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നത്. എന്നിട്ട് മാത്രം ആൻസറിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മാർക്ക് എത്ര എന്ന് കൂടി എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് നവോത്ഥാന നായകരിൽ നമുക്ക് മെയിൻ ആയിട്ട് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ള രണ്ട് പേരുകളാണ് അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമിയും. ക്വസ്റ്റ്യൻ നോക്കാം. Who was a social reformer led the historical struggle called കണ്ടല ലഹള? കണ്ടല ലഹള എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച സമരം നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്തായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത്? കല്ലുമാല സമരം, തെക്കേ ഇന്ത്യയിലെ കണ്ണാടി പ്രതിഷ്ഠ, പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം വേണമെന്ന് വാദിച്ചു. ഓക്കെ, അയ്യങ്കാളി ജനിച്ചതെന്ന് 1863 ജൂലൈ 28. അപ്പൊ 63 ആണെന്ന് മനസ്സിലായി. ജൂലൈ 28, ജൂൺ 28, സെപ്റ്റംബർ 28, ഓഗസ്റ്റ് 28. അയ്യങ്കാളി ജനിച്ച ജില്ല ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊല്ലം, കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം. താഴെ പറയുന്നവയിൽ നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഡോക്ടർ പൽപ്പു അയ്യങ്കാളി, അയ്യങ്കാളി പണ്ഡിറ്റ് കറുപ്പൻ, GP പിള്ള, C കൃഷ്ണൻ, ചട്ടമ്പി സ്വാമി, വാഗ്ഭടാനന്ദൻ. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, സുബ്രഹ്മണ്യ ഭാരതി, പൊയ്കേൽ ശ്രീ കുമാര ഗുരുദേവൻ, മഹാത്മാ അയ്യങ്കാളി. കേരള സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തതേത്? സവർണരെ വെല്ലുവിളിച്ചുകൊണ്ട് വില്ലുവണ്ടി യാത്ര നടത്തി, കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി, 1917 പന്തി ഭോജന സമരം നടത്തി, അധസ്ഥിത വിഭാഗത്തിനായി വെങ്ങാനൂരിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും തന്നിട്ടുണ്ട്. ഇതിൽ എന്താണ് നമുക്ക് വേണ്ടത്? ഉൾപ്പെടാത്തതാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരമേത്? വില്ലുവണ്ടി, കല്ലുമാല, കണ്ടല ലഹള, ചാന്നാർ ലഹള. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. പുലയരുടെ രാജാവെന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു, സംസ്കൃത വിദ്യാലയങ്ങൾ ആരംഭിച്ചു, വില്ലുവണ്ടി സമരം നടത്തി, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ ജനിച്ചു. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, കോട്ടയം. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ശ്രീനാരായണ ഗുരു, ഉള്ളൂർ, ചട്ടമ്പി സ്വാമി, നടരാജഗുരു. ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഉത്തരം കണ്ടെത്തുക. ആദിഭാഷ, ബ്രാഹ്മണർക്ക് മാത്രമാണ് വേദപഠനത്തിന് അധികാരം എന്ന മിഥ്യയെ തുറന്നു കാട്ടുന്നു. ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത തത്വങ്ങളുടെ അപഗ്രഥനം, ജീവിതകാരുണ്യ നിരൂപണം, അഹിംസ എന്ന തത്വത്തിലുള്ള തന്റെ വിശ്വാസങ്ങൾ പ്രകാശിപ്പിച്ചു. ചുവടെ തന്നിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? ആത്മോപദേശ ശതകം, ദൈവദശകം, ആത്മവിദ്യാകാഹളം, പ്രാചീന മലയാളം. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന: വിദ്യവും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതിയാണ് ദൈവദശകം, ദർശനമാല എന്നിവ. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ശിവയോഗി, വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന: 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യാ ഗുരു. 20ാമത്തെ ക്വസ്റ്റ്യൻ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട
പ്രസ്താവനകളേവ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു. യഥാർത്ഥ പേര് അയ്യപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. തിരുവല്ലയിലെ ഇരവി പേരൂരാണ് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്. 20 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ 20 ക്വസ്റ്റ്യൻസിനെയും ആൻസറും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതുമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്ക് രേഖപ്പെടുത്തുക. അതിന്റെ എത്രയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് കൂടി ഒന്ന് രേഖപ്പെടുത്തുക. ആൻസേഴ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടല ലഹള എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച സമരം നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? കണ്ടല ലഹള. ഈ കണ്ടല ലഹള എന്ന് പറയുന്നത് നമ്മൾ അധികം കേൾക്കാത്ത ഒരു പേരാണ് അല്ലെ, കണ്ടല ലഹള. ആരാണത്? അയ്യങ്കാളിയാണ്. ഓക്കെ, അയ്യങ്കാളിയുടെ നമുക്കറിയാം 90-ാം ആണ്ട് ലഹള നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. കർഷക സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. അതേസമയം തന്നെ ആ കണ്ടല എന്ന പ്രദേശത്ത് നടത്തിയ, അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശവും കൂടി ആയിരുന്നു അവിടെ എന്ത് ചെയ്തത്? കണ്ടല ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. കണ്ടല ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2025-ലാണ് ഈ 2 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയും നമ്മളൊരു ക്വസ്റ്റ്യൻ കൂടി കണ്ടില്ലേ, അതും ഈ പറയുന്ന 2025-ൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ എന്ത് ചെയ്യണം, ഈ ഒരു പേര് വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കണേ. അതായത് ശരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരുന്നു? ദളിത് കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം നൽകണം, അതേപോലെ തന്നെ കർഷക തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അല്ലെ. അതായത് എന്താണ്, വെറുമൊരു കൂലി വർധനവ് മാത്രമായിരുന്നില്ല അത്, മറിച്ച് അതെന്തായിരുന്നു? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നേടിയെടുക്കാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു എന്ത് നടത്തിയത്? കണ്ടല ലഹള. ആ ഒരു പേരും കൂടി പഠിച്ചു വെക്കണേ. അപ്പൊ നമുക്ക് നോക്കാം അയ്യങ്കാളി. ഓക്കെ, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചധികം ഫാക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമുക്ക് നോക്കാം. എന്നാണ് അദ്ദേഹം ജനിച്ചത്? 1863 ഓഗസ്റ്റ് 28-നാണ് ആര് ജനിക്കുന്നത്? നമ്മുടെ മഹാത്മാ അയ്യങ്കാളി ജനിക്കുന്നത്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് ആര് ജനിച്ചത്? നമ്മുടെ അയ്യങ്കാളി ജനിച്ചത്. ഈ വെങ്ങാനൂറാണ് ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? വെങ്ങാനൂരാണ്. അദ്ദേഹത്തിന്റെ പിതാവാണ് ആര്? അയ്യൻ. ഓക്കെ, അയ്യനാണ് പിതാവ്. മാതാവിന്റെ പേരെന്തായിരുന്നു? മാല. പത്നിയാണ് ചെല്ലമ്മ. ഓക്കെ, ഇതൊക്കെ പരീക്ഷയ്ക്ക് പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹമാണ് ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെട്ടു. ആധുനിക ദളിതരുടെ പിതാവ്. അതേപോലെ തന്നെ അദ്ദേഹത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ച പേരാണ് എന്ത്? പുലയരാജ. പുലയരാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് 1937, അതായത് ഗാന്ധിജിയുടെ 5ാം സന്ദർശനം അല്ലെ, 5th വിസിറ്റിലാണ് ആരൊക്കെ തമ്മിൽ കണ്ടുമുട്ടുന്നത്? ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ എന്ത് ചെയ്യുന്നത്? കണ്ടുമുട്ടുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ അദ്ദേഹം ആരംഭിച്ചതാണ് എന്ത്? സാധുജന പരിപാലന സംഘം. ഇമ്പോർട്ടന്റ് ആണ്. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് ആരെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? അയ്യങ്കാളിയാണ്. ഏത് വർഷം? 1907-ലാണ്. അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരു 1903 SNDP ആരംഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അയ്യങ്കാളി ആരംഭിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അതിന്റെ മുഖപത്രം ചോദിച്ചാൽ അത് ഏതാണ്? അത് സാധുജന പരിപാലിനിയാണ് മുഖപത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പത്രമാണ് ഇന്ത്യയിലെ ആദ്യ ദളിത് പത്രം ചോദിച്ചു കഴിഞ്ഞാലും അതേതാണ്? സാധുജന പരിപാലിനിയാണ്. ഇനി അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ പണിമുടക്ക് നടത്തിയ തൊഴിലാളി നേതാവാരാണ്? അയ്യങ്കാളിയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം, ഇമ്പോർട്ടന്റ് ആണ്, സംഘടിത കർഷക സമരം നടത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമാരാണ്? നമ്മുടെ അയ്യങ്കാളിയാണ്. ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. ശ്രീമൂലം പ്രജാസഭയിൽ ഏത് വർഷം? 1911-ലാണ് അദ്ദേഹം ആദ്യമായിട്ട് അംഗമായത്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമാരാണ്? നമ്മുടെ അയ്യങ്കാളിയാണ്. അങ്ങനെ അദ്ദേഹം തുടർച്ചയായിട്ട് ഏകദേശം 28 വർഷത്തോളം എന്തുണ്ടായിരുന്നു? ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു എന്ത്? വില്ലുവണ്ടി സമരം. ഏത് വർഷം? 1893 അല്ലെ. പൊതുവഴിയിലൂടെ ദളിതർക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു. എവിടം മുതൽ എവിടം വരെ ആയിരുന്നു? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ നടത്തിയ സമരം എന്താ? വില്ലുവണ്ടി യാത്ര. ഓക്കെ, വില്ലുവണ്ടി സമരം ഏത് വർഷം? 1893 ആയിരുന്നു.
ഓക്കെ, അങ്ങനെ അതേപോലെ അതിനുശേഷമാണ് എന്ത് വരുന്നത്? 90-ാം ആണ്ട് ലഹള. ഏത് വർഷമാണ്? 1915. അതായത് നമ്മുടെ കൊല്ലവർഷം 1090. അതുകൊണ്ടാണ് ഇതിനെ 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത്. പിന്നെ വന്നതാണ് കല്ലുമാല സമരം. കല്ലുമാല സമരം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാറുണ്ട്. 1915 തന്നെയാണ്. ഇതിന്റെ മറ്റൊരു പേരാണ് പെരിനാട് ലഹള. പെരിനാട് ലഹള എന്നറിയപ്പെടുന്നതും ഏതാണ്? നമ്മുടെ കല്ലുമാല സമരമാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ ചാലിയത്തെരുവ് ലഹളയുടെ സൂത്രധാരൻ ആരാണ്? ഈ പറയുന്ന അയ്യങ്കാളിയാണ്. ഇനി അയ്യങ്കാളിയെ നമ്മുടെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചു. അതാരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി എന്ത് പറഞ്ഞു? അയ്യങ്കാളി ആരാണ്? മഹാനായ പുത്രനാണെന്ന് പറഞ്ഞു. പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയും ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയുമാണ്. ഈ 1980 ഇദ്ദേഹത്തിന്റെ പ്രതിമ എവിടെയാണ്? നമ്മുടെ വെള്ളയമ്പലം, തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്തില് ആര് അനാച്ഛാദനം ചെയ്തു? ഇന്ദിരാഗാന്ധി അനാച്ഛാദനം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ശില്പിയാണ് ഇസ്രാ ഡേവിഡ്. ഇസ്രാ ഡേവിഡ് ആണ് ഈ അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ എന്താണ്? ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെട്ടത് ആരാണ്? ഈ പറയുന്ന അയ്യങ്കാളിയാണ്. അതേപോലെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ VJT ഹാള് അയ്യങ്കാളിയുടെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? അയ്യങ്കാളി. ഓക്കെ ആണല്ലോ, കുറച്ചധികം ഫാക്ട്സ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണം എന്നായിരുന്നു? മരണം 1941 1941 അദ്ദേഹത്തിന്റെ മരണം വരുന്നത്. ഇനി നമുക്ക് ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് അയ്യങ്കാളിയെ പറ്റി പഠിക്കാനുള്ളത്. ഇനിയുള്ള 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ഇനി എന്താണ്? നിങ്ങൾ തെറ്റിയതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് പഠിക്കാം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നോക്കി പറയണേ. ചുവടെ തന്നിരിക്കുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത്. ഓക്കെ, കല്ലുമാല സമരം നമ്മളിപ്പോ പറഞ്ഞു. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? അയ്യങ്കാളി. പെരിനാട് ലഹള എന്നറിയപ്പെട്ടു. 1915 ആണെന്ന് പറഞ്ഞു. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പറഞ്ഞു ഇല്ല, നമുക്ക് പഠിക്കാൻ പതുക്കെ. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അതും ശരിയാണ്. ഇത് രണ്ടുമാണ് ശരിയെന്ന് കരുതിയിട്ട് നിങ്ങൾ നേരെ മാർക്ക് ചെയ്യരുത്. നമുക്ക് വേണ്ടത് എന്താണ്? ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. സോ ഓപ്ഷൻ A 2 മാത്രമാണ് ഇവിടെ ബന്ധമില്ലാത്തത്. ആൻസർ അപ്പൊ ഏതാണ്? ഓപ്ഷൻ A ആണ്. നെക്സ്റ്റ് നോക്കാം. അയ്യങ്കാളി ജനിച്ചതെന്ന് 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിക്കുന്നത്. 1863 ജനനം, 1893 വില്ലുവണ്ടി സമരം, പിന്നെ എന്താണ്? 1898 ഉണ്ടല്ലോ ചാലിയത്തെരുവ് ലഹളയുണ്ട്. 1905 കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നുണ്ട്. 1907 എന്തായിരുന്നു? സാധുജന പരിപാലന യോഗമുണ്ട്. അതേപോലെ 1911 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട്. അതേപോലെ പിന്നെ ഏതായിരുന്നു? 1915 90-ാം ആണ്ട് ലഹള വരുന്നുണ്ട്. ഓക്കെ, 1915 തന്നെയാണ് എന്ത്? കല്ലുമാല സമരം. 1937 അദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നുണ്ട്. ഗാന്ധിജി വന്ന് കാണുന്നുണ്ട് അല്ലെ? ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അയ്യങ്കാളി ജനിച്ച ജില്ല എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ പഠിച്ചു വെച്ചു. ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പൽപ്പുവിനെ പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 1863 ആണെന്ന് പഠിച്ചു വെച്ചു. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു കണ്ടൽ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ സംഭവമായിരുന്നു ഇത്. എപ്പോഴും ചോദിക്കുന്ന ഒരു കോട്ടാണ്. കേരള സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത്. സവർണരെ വെല്ലുവിളിച്ചുകൊണ്ട് വില്ലുവണ്ടി യാത്ര ശരിയാണ്. കല്ലുമാല സമരം ശരിയാണ്. ഈ പന്തിഭോജനം നമ്മൾ പറഞ്ഞു ഇല്ല അല്ലെ? ഇതെല്ലാം നമ്മുടെ ആൻസർ ഉൾപ്പെടാത്തതാണ് വേണ്ടത്. അപ്പൊ 3 ഇല്ല എന്ന് മനസ്സിലായി. സോ ഇതല്ല ആൻസർ, ഇതല്ല. അധസ്ഥിത വിഭാഗത്തിനായി വെങ്ങാനൂരിൽ പ്രൈമറി സ്കൂൾ, അതാണ് കുടിപ്പള്ളിക്കൂടം ആരംഭിക്കുന്നുണ്ട് പറഞ്ഞതാണല്ലേ നമ്മൾ. അപ്പൊ ഇതും ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലാത്തതാണല്ലോ. സോ ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരമാണ് എന്ത്? കണ്ടല ലഹള. ഇതാണ് കണ്ടല ലഹള. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1863 തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. ശരിയാണ്. പുലയ രാജാവെന്ന് അയ്യങ്കാളിയെ ആര് വിശേഷിപ്പിച്ചു? ജവഹർലാൽ നെഹ്റു ആണോ? അല്ല. ആരാണ്? ഗാന്ധിജിയാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ പുലയ രാജ എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ 2 തെറ്റാണ്. 2 തെറ്റെന്ന് പറയുമ്പോൾ 2 ഓപ്ഷൻസ് എല്ലാം അങ്ങ് കട്ട് ചെയ്തു.
അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 1ഉം 3ഉമാണ്. 1907 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ശരിയാണ് നമുക്ക് വേണ്ടത്. സാധുജന പരിപാലന സംഘം ശരിയാണ്. വില്ലുവണ്ടി സമരം ശരിയാണ്. ചെമ്പഴന്തിയിലാണോ? ചെമ്പഴന്തിയിൽ ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് മനസ്സിലായി. സംസ്കൃത വിദ്യാലയങ്ങൾ നമ്മൾ പറഞ്ഞതിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് നോക്കാം, ഒന്ന് ശരിയാണെന്നറിയാം അല്ലെ. ഒന്ന് ശരി എന്ന് പറയുമ്പോൾ ഇത് 4 തെറ്റുവാണെന്ന് പറയാം. അതെ, 4 തെറ്റെന്ന് പറയുമ്പോൾ ഇതെല്ലാം വെട്ടിക്കും. അപ്പൊ ആൻസർ ഏതാണ്? 1ഉം 3ഉമാണ് ഇവിടെ ശരിയായ പ്രസ്താവന. ഓക്കെ, അപ്പൊ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചോദിക്കുന്നത് ഇങ്ങനത്തെ സാധുജന പരിപാലന സംഘം, വില്ലുവണ്ടി, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് കേരളത്തിലെ ജില്ല ഏതാണ്? ഏത് ജില്ലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്? അദ്ദേഹം ജനിക്കുന്നത് നമ്മുടെ കൊല്ലൂരാണ്. കൊല്ലൂര്, അതായത് തിരുവനന്തപുരം ജില്ലയിലാണ് കൊല്ലൂര് വരുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇനി ചട്ടമ്പി സ്വാമികളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ടേ? പഠിച്ചു വെച്ചോ. 1853 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് ആര് ജനിക്കുന്നത്? നമ്മുടെ ചട്ടമ്പി സ്വാമി ജനിക്കുന്നത്. ഈ ഓഗസ്റ്റ് 25-ന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഈ ഓഗസ്റ്റ് 25-ആണ് സംസ്ഥാന ജീവകാരുണ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. 1853-ൽ ജനിച്ചു. 1924 മെയ് 5-നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അന്തരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ചോദിക്കാറുണ്ട്. യഥാർത്ഥ നാമം ചോദിച്ചാൽ അത് കുഞ്ഞൻ പിള്ള എന്നാണ്. കുഞ്ഞൻ പിള്ള. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അത് അയ്യപ്പനാണ്. ഇത് യഥാർത്ഥ നാമം, ഇത് ബാല്യകാല നാമമാണ്. ഓക്കെ, ജന്മസ്ഥലമാണ് കൊല്ലൂര്. കൊല്ലൂര് കണ്ണമ്മൂല എന്ന് പറയും കേട്ടോ. അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ പേരെന്താണ്? ഉള്ളോർക്കോട് വീടാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഗുരു ആണെങ്കിൽ ആരാണ്? ആദ്യകാല ഗുരു ചോദിച്ചു കഴിഞ്ഞാൽ അത് പോട്ടൈ രാമൻ പിള്ളയാണ്. രാമൻ പിള്ള, കോട്ടയിൽ രാമൻ പിള്ള. ഇനി അദ്ദേഹത്തിന്റെ ഗുരു, മറ്റൊരു ഗുരു കൂടി ഉണ്ട്. നമ്മുടെ ആരാണ്? തൈക്കാടയ്യ. തൈക്കാടയ്യയും ആരുടെ ഗുരുവായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ ഗുരുവായിരുന്നു. ഇദ്ദേഹമാണ് എന്ത്? ഷൺമുഖദാസൻ എന്നും ശ്രീ ഭട്ടാരകൻ എന്നും ബാലഭട്ടാരകൻ എന്നും കാഷായം ധരിക്കാത്ത സന്യാസി എന്നും ഒക്കെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പ്രധാന ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? ബോധേശ്വരൻ. ബോധേശ്വരൻ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ബോധേശ്വരന്റെ നമ്മൾ പഠിക്കുന്ന ഒരു പാട്ടുണ്ടല്ലേ, ജയ ജയ കോമള കേരള ധരണി. ആ ഒരു പാട്ട് എഴുതിയത് ആരാണ്? ബോധേശ്വരനാണ്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇദ്ദേഹമാണ് സർവവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. ഇനി അതേപോലെ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടി. ഏത് വർഷം? 1882. 1882 ആരൊക്കെ തമ്മില്? ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും കണ്ടുമുട്ടി. ഇനി 1892 10 വർഷം കൂടി കഴിഞ്ഞപ്പോ ആരൊക്കെ തമ്മിൽ കണ്ടുമുട്ടി? ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയത് ഏത് വർഷമാണ്? 1892. രണ്ടും പഠിക്കുന്നതാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ് വിവേകാനന്ദൻ എന്ത് പറയുന്നത്? ചട്ടമ്പി സ്വാമിയെ കണ്ടിട്ട് അഭിപ്രായപ്പെട്ടത്. ഓക്കെ, അതേപോലെ ചട്ടമ്പി സ്വാമികളുടെ നമുക്ക് പഠിക്കാനുള്ളതിലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന അദ്ദേഹത്തിന്റെ കൃതികളാണ്. എന്താണ്? അവർണർക്കും വേദം പഠിക്കാം. അവർണർക്കും വേദം പഠിക്കാം എന്ന് പറയുന്നത് ഏതാണ്? അതാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊന്നാണ് എന്ത്? വേറെ കൃതികളാണ്. പ്രാചീന മലയാളമുണ്ട്, അതേപോലെ ക്രിസ്തുമത ചേതനമുണ്ട്, അതേപോലെ അദ്വൈത പഞ്ചരമുണ്ട്, അതേപോലെ എന്താണ്? ആദിഭാഷയുണ്ട്. ആദിഭാഷ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ ഭാഷ ഉത്ഭവിക്കുന്നത്, ഭാഷയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് തമിഴാണെന്ന് വാദിക്കുന്നതാണ് എന്ത്? ആദിഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമുക്കത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്താനാണ് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രാചീന മലയാളം. പ്രാചീന മലയാളം എന്ന് പറയുന്നത് കേരളത്തിന്റെ ആദ്യകാല ചരിത്രത്തെ പറ്റിയൊക്കെയാണ് എന്തിന് പറയുന്നത്? പ്രാചീന മലയാളത്തിൽ പറയുന്നത്. അത് ചട്ടമ്പി സ്വാമിയുടേതാണ്. ശരിയാണ്. ആദിഭാഷ ആരുടേതാണ്? അതും നമ്മുടെ ചട്ടമ്പി സ്വാമികളുടേതാണ്. അതായത് നമ്മുടെ മനുഷ്യ സമൂഹത്തിന്റെ ആദിഭാഷ തമിഴാണെന്ന് വാദിക്കുന്നതാണ് എന്ത്? ആദിഭാഷ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വേദാധികാര നിരൂപണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്?
താഴ്ന്ന ജാതിക്കാർക്ക് വേദങ്ങൾ പഠിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്, വേദാധികാര നിരൂപണം. കൂട്ടത്തിൽ നിന്ന് ശരിയായതല്ലേ 1, 2, 3. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനിയുണ്ട് ക്രിസ്തുമത ചേതനമുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെയും ഹൈന്ദവ തത്വചിന്തകളിലൂടെയും അതിനെ വിമർശിച്ചാണ് ചെയ്യുന്നതാണ് എന്ത് ഈ പറയുന്ന ക്രിസ്തുമത ചേതനം എന്ന് പറയുന്നത്. പിന്നെ അദ്വൈത ചിന്താ പദ്ധതിയുണ്ട്. മോക്ഷപ്രദീപ ഖണ്ഡനം, അതായത് നമ്മുടെ ആലത്തൂർ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന് പറയുന്ന കൃതിയെ എന്ത് ചെയ്യുന്നുണ്ട്, വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയതാണ് എന്ത് മോക്ഷപ്രദീപ ഖണ്ഡനം. അതിനെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വേദാധികാര നിരൂപണം ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയാണ് വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചു ഉത്തരം കണ്ടെത്തുക. ഇതൊരു ടീച്ചർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. പക്ഷെ ഇത് നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാതെ എന്താണ് സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. ആദിഭാഷ എന്താണ് നമ്മൾ പറഞ്ഞത്? തമിഴിൽ നിന്നാണ് ഭാഷയുടെ ഉത്ഭവം. ആ ഒരു കൺസെപ്റ്റ് ആണ്. ബ്രാഹ്മണർക്ക് മാത്രമാണ് വേദപഠനത്തിനുള്ള അധികാരം എന്ന മിഥ്യയെ തുറന്നു കാട്ടുന്നു. അതല്ല, തെറ്റാണ്. ക്രിസ്തുമത നിരൂപണം ക്രിസ്തുമതത്വങ്ങളുടെ അപഗ്രഥനമാണ്, ശരിയാണ്. ജീവിതകാരുണ്യ നിരൂപണം അഹിംസ എന്ന തത്വത്തിലുള്ള തന്റെ വിശ്വാസങ്ങൾ പ്രകാശിപ്പിച്ചതാണ്. സോ 2, 3 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചുവടെ തന്നിട്ടുള്ള ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ആത്മോപദേശ ശതകം, ആത്മവിദ്യാകാഹളം, ദൈവദശകം, പ്രാചീന മലയാളം. ഓക്കെ, പ്രാചീന മലയാളം. ആദിഭാഷ ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയാണ് ആദിഭാഷ വരുന്നത്. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന, വിദ്യവും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്, ശരിയാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. യഥാർത്ഥ പേര് എന്താണെന്ന്? യഥാർത്ഥ പേര് നമ്മുടെ കുഞ്ഞൻ പിള്ള എന്നും ബാല്യകാല നാമമാണ് എന്ത് അയ്യപ്പൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് എന്താണ്? ദൈവദശകം, ദർശനമാല. ഇത് തെറ്റാണ്. ഓക്കെ, മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് നമുക്ക് ഉറപ്പാണ് അല്ലെ. അപ്പൊ 17 അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി 3 മാത്രമാണ് ഇവിടെ തെറ്റ്. അപ്പൊ യഥാർത്ഥ നാമം എന്തായിരുന്നു? കുഞ്ഞൻ പിള്ള. ബാല്യകാല നാമമാണ് എന്ത് അയ്യപ്പൻ എന്ന് പറയുന്നത്. തിരിഞ്ഞു പോകരുത് അത്. നെക്സ്റ്റ് നോക്കാം. വേദാധികാര നിരൂപണം ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയാണ്. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ശരിയാണ്. 1882 ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും കണ്ടുമുട്ടി. 1892 ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദനും കണ്ടുമുട്ടി. ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാടയ്യ. ഇതും ശരിയാണ്. ഓപ്ഷൻ എ 1, 3 ശരി. അപ്പൊ നമുക്ക് നോക്കാം നവമഞ്ജരി. നവമഞ്ജരി എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിനായിട്ട് എഴുതിയ കൃതിയാണ്. തിരിച്ചാണ് കേട്ടോ അത്. ഓക്കെ, അപ്പൊ അത് ഏതാണ്? തെറ്റായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് നോക്കാം. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവന. സ്വദേശാഭിമാനിയാണോ? സ്വദേശാഭിമാനി പത്രം, മക്കം അബ്ദുൽ ഖാദർ മൗലവി നമ്മൾ പഠിക്കുന്നതാണ്. യഥാർത്ഥ പേര് അയ്യപ്പൻ. അയ്യപ്പൻ എന്താണ്? ബാല്യകാല നാമമാണ്. നമുക്കവിടെ പെൻഡിങ്ങിൽ നിർത്താം. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഇത് ശരിയാണ്. തിരുവല്ലയിലെ ഇരവിപേരൂരാണ് ജനനം. ആണോ? അല്ല, തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ അല്ലെ. അപ്പൊ ഇതും എന്താണ്? തെറ്റാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. സോ ഇവിടെ 2 മാത്രം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല. സോ 2, 3 വരേണ്ടത് അല്ല. 2 നമുക്ക് അയ്യപ്പൻ, യഥാർത്ഥ പേര് എന്തായിരുന്നു? കുഞ്ഞൻ പിള്ളയും ബാല്യകാല നാമമാണ് അയ്യപ്പൻ. പക്ഷെ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റിൽ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നുള്ളതാണ് എന്താ ശരിയായിട്ട് തന്നിരിക്കുന്നത്. ഇത് കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടില്ലേ, അതിലെന്താണ്? കുഞ്ഞൻ പിള്ള യഥാർത്ഥ പേര് അയ്യപ്പൻ എന്ന് പറയുന്നത് തെറ്റായിട്ട് തന്നെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്. എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ കമ്മീഷൻസ് ചെയ്യാനായിട്ടുള്ള കമന്റ് ഞാൻ കണ്ടു. കുറച്ച് ഡേയ്സ് വേണം എനിക്കത് ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് കമ്മീഷൻസ് ചെയ്യാം. മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് കയറി വരുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.